ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഈ ഭാഗത്തോടു കൂടിയാണ് പഞ്ചഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ സമാപിക്കുന്നത്. ഈ ഭാഗം പ്രത്യേകമായി നിയമാവർത്തന നിയമസംഹിതയുടെ ഭാഗമാണ്. 12-ാം അധ്യായം മുതൽ 26-ാമത്തെ അധ്യായം വരെ വ്യാപിച്ചു കിടക്കുന്ന നിയമങ്ങൾ 27, 28 അധ്യായങ്ങളിൽ നിയമത്തിൻ്റെ സമാപനമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വചനങ്ങൾ പറഞ്ഞതിന് ശേഷം അതിൻ്റെ വ്യാഖ്യാനം എന്ന രീതിയിലാണ് 29, 30 അധ്യായങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 31-ാമത്തെ അധ്യായത്തിൽ മോശയുടെ പിൻഗാമിയായ ജോഷുവായ്ക്ക് സ്ഥാനം കൈമാറുന്നതോടുകൂടി ഈ നിയമങ്ങളെ ഒരു പെട്ടകത്തിലാക്കി വാഗ്ദാന പേടകത്തിൽ സൂക്ഷിച്ച് അത് സമർപ്പിക്കുന്ന ഭാഗം കൊണ്ടാണ് നിയമാവർത്തന നിയമസംഹിത സമാപിക്കുന്നത്. ഈ നിയമസംഹിതകളുടെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ ഹിത്യരുടെ നിയമസംഹിതയുമായിട്ട് അഭേദ്യമായ ബന്ധമാണ് ഈ നിയമസംഹിതയ്ക്കുള്ളത്. കാരണം ഹിത്യരുടെ നിയമസംഹിതയും ഇതുപോലെ തന്നെ ഒരു സ്ട്രക്ചറിലാണ് രേഖപ്പെടുത്തിയിരിക്കുക. ആരാണ് നിയമങ്ങൾ പറയുന്നത്, എന്തൊക്കെയാണ് ആ നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അതെല്ലാം വ്യാഖ്യാനിച്ചതിന് ശേഷം അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒക്കെ ഹിത്യരുടെ നിയമസംഹിതയിലുണ്ട്. ഏറ്റവും സമാപനത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ നിയമത്തെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സമ്പ്രദായവും ഹിത്യരുടെ നിയമസംഹിതയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഹിത്യരുടെ നിയമസംഹിതകളുടെ സ്ട്രക്ചറിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം ആ ജനത്തിൻ്റെ ദൈവശാസ്ത്രത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ നിയമാവർത്തന പുസ്തകത്തിലെ നിയമസംഹിതകളായ 12 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ. വ്യത്യസ്തങ്ങളായ നിയമങ്ങളാണ് ഈ നിയമസംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിന് പുറപ്പാടിൻ്റെ പുസ്തകവുമായും അതുപോലെ തന്നെ ലേവ്യരുടെ നിയമസംഹിതയുമായുമൊക്കെ ധാരാളമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് മുമ്പ് നിയമാവർത്തന നിയമസംഹിതകളും പുറപ്പാട് പുസ്തകത്തിലെ നിയമങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. എന്നാലും പല കാര്യങ്ങളിലും ശുദ്ധതയുടെ നിയമങ്ങൾ പറയുന്നതിലാകാം, അടിമത്തത്തിൻ്റെ നിയമങ്ങൾ പറയുന്നതിലാകാം, വിവാഹമോചനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ പറയുന്നതിലാകാം, അതുപോലെ തന്നെ സാബത്ത് നിയമങ്ങളെക്കുറിച്ച് പറയുന്നതിലാകാം, അതുപോലെ തിരുനാളുകളെക്കുറിച്ചുള്ള നിയമങ്ങളിലാകാം. പല സാമ്യങ്ങളും പുറപ്പാടിൻ്റെ പുസ്തകത്തിലും ലേവ്യരുടെ പുസ്തകത്തിലും പറയുന്നത് പോലെ നിയമാവർത്തന പുസ്തകത്തിലെ സാമ്യങ്ങൾ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സാമ്യങ്ങളാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നിൽക്കുക. എന്നാൽ സാമ്യങ്ങളെക്കാട്ടിലുപരിയായി നിയമാവർത്തന നിയമഗ്രന്ഥത്തിന് അതിൻ്റെ തനതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലി മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വാഗ്ദാന ദേശത്തേക്ക് ഇസ്രായേൽ ജനം പോകുമ്പോൾ ആ ജനം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയാണ് ഈ പ്രധാന നിയമസംഹിതകളിലൂടെ കാണപ്പെടുന്നത്. ഇങ്ങനെ വാഗ്ദാന ദേശത്ത് എത്തുമ്പോൾ അവർ നടത്തേണ്ട ചില നിയമസംഹിതകളെ അല്ലെങ്കിൽ ജീവിതക്രമങ്ങളെ നിയമങ്ങളായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം ആ നിയമങ്ങളുടെ വ്യാഖ്യാനമാണ് ജോഷുവ മുതലുള്ള പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോഷുവ മുതൽ രാജാക്കന്മാർ വരെയുള്ള പുസ്തകങ്ങളും അതിനുശേഷമുള്ള പുസ്തകങ്ങളും ജെറമ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥങ്ങളുമൊക്കെ നിയമാവർത്തന നിയമസംഹിതകളുടെ അടിസ്ഥാനത്തിന്മേലാണ് പണിതുയർത്തിയിരിക്കുക. അത് അങ്ങോട്ടേക്ക് മാത്രമല്ല, മറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലെ പല സംഭവങ്ങളും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമാവർത്തന നിയമസംഹിതകളുടെ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതാണ് എന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കണ്ടു കഴിഞ്ഞു. ഈ നിയമാവർത്തന നിയമ പുസ്തകത്തിൽ പ്രത്യേകിച്ച് 12 മുതൽ
28 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചില നിയമങ്ങളെ വിശകലനം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഏക ആരാധന നടത്തുക എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവമാണ് അവർക്ക് വാഗ്ദാന ദേശം നൽകിയെന്നുമുള്ള ഒരു വലിയ ഉറപ്പ് കർത്താവ് ഇസ്രായേൽ ജനത്തിന് എപ്പോഴും ഈ നിയമങ്ങളിലൂടെ കൊടുക്കുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന ഒരു വാക്കാണ് നഥാൻ എന്നുള്ള വാക്ക്. ഹെബ്രായ ഭാഷയിൽ നഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാനം കൊടുക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ടു ഗീവ് എന്നുള്ള അർത്ഥമാണ്. എപ്പോഴും മോശയിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനതയോട് പറയുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് ദാനമായിട്ട് നൽകുന്നു. അതുകൊണ്ട് വാഗ്ദാന ദേശത്തെ ഒരു ദൈവത്തിൻ്റെ ദാനമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ ദേശത്തിൽ വസിക്കണമെന്ന് പ്രത്യേകമായിട്ട് അനുശാസിക്കുകയാണ് ഈ നിയമാവർത്തന നിയമഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട പ്രമേയമായിട്ട് നിൽക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേയമാണ് ഏക ആരാധനാ സ്ഥലം എന്ന് പറയുന്നത്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ദൈവാരാധനയ്ക്കായി. ആ ദൈവാരാധനയ്ക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലം അത് ജെറുസലേമാണ്, വാഗ്ദാന ദേശമാണ്. വാഗ്ദാന ദേശത്തിൻ്റെ സെൻട്രൽ പോയിൻ്റായിട്ട് ജെറുസലേമിനെ ചിത്രീകരിക്കുന്നതിലൂടെയാണ് വാഗ്ദാന ദേശത്ത് ആരാധനയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ദേശം ജെറുസലേമാണെന്ന് പറയാൻ കാരണം. ഈ ദേശത്തേക്കാണ് എല്ലാ ജനങ്ങളും കടന്നു വരേണ്ടത്. തിരുനാളുകൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ ഓരോരുത്തരും പ്രവേശിക്കേണ്ടതും എല്ലാ വർഷവും കടന്നു വരേണ്ടതും ജെറുസലേം എന്ന് പറയുന്ന ദേശത്തെ ക്രമീകരിച്ചുകൊണ്ടാണ്. പല വ്യാഖ്യാതാക്കളും ഏക ആരാധന സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇപ്രകാരമാണ്: ഇത് ചിലപ്പോൾ മൗണ്ട് ഗെരിസിം അല്ലെങ്കിൽ ഗെരിസിം മല ആയിരിക്കാം. പക്ഷേ ഗെരിസിം മലയേക്കാൾ ഉപരിയായി വിശ്വാസം എന്ന് പറയുന്നത്, പഞ്ചഗ്രന്ഥത്തിൻ്റെ പാരമ്പര്യം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് അത് ജെറുസലേം ആയിട്ടാണ്. ജെറുസലേം മലയിലാണ് കർത്താവിൻ്റെ വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്തിരുന്നത് ജെറുസലേമിലാണ്. അതിലുപരിയായി ദാവീദ് രാജാവ് തൻ്റെ രാജ്യത്വം സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷം ഹെബ്രോണിൽ ജൂദാദേശത്തിൻ്റെയും ഇസ്രായേൽ ദേശത്തിൻ്റെയും രാജാവായിട്ട് അവരോധിക്കപ്പെട്ടതിന് ശേഷം ആദ്യം ചെയ്ത പ്രവൃത്തി ജെറുസലേം എന്ന് പറയുന്ന പട്ടണം പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു. അത് ജബൂസിയരുടെ കൈകളിലായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം അത് പിടിച്ചടക്കിയതായി 2 സാമുവേലിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്. ഇപ്രകാരം ജെറുസലേം എന്ന് പറയുന്ന നഗരത്തെ അതിൻ്റെ കേന്ദ്ര സ്ഥാനമാക്കി നിർത്തിക്കൊണ്ട് അവിടേക്ക് വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് നടത്തുന്ന ഘോഷയാത്രയാണ് 2 സാമുവേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. അവിടെയാണ് ദൈവമായ കർത്താവ് എൻ്റെ വാസസ്ഥലമാക്കി ദാവീദ് രാജാവ് ആ പ്രദേശത്തെ മാറ്റിയത്. തുടർന്ന് കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് സോളമൻ രാജാവ് ജെറുസലേമിൽ ദേവാലയം പണിതപ്പോൾ ആ ദേവാലയത്തിനുള്ളിൽ വാഗ്ദാന പേടകത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ദേവാലയത്തിലാണ് എന്ന് സ്ഥാപിക്കുകയുണ്ടായി. ഈ വാഗ്ദാന പേടകത്തോടും ദേവാലയത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമാണ് വാഗ്ദാന ദേശത്തിൻ്റെ അനുഭവമെന്ന് ജോഷുവയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രേരകമായിട്ട് നിൽക്കുന്നത് നിയമാവർത്തന പുസ്തകത്തിലെ നിയമസംഹിതകളിലെ ദൈവശാസ്ത്ര വിചിന്തനമാണ്. അത് ഏക ആരാധനാ സ്ഥലത്തെക്കുറിച്ചുള്ള വിചിന്തനമാണ്. മൂന്നാമതായി ഈ ദൈവശാസ്ത്രം, നിയമാവർത്തന ഗ്രന്ഥത്തിലെ ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പാവങ്ങളോടുള്ള കരുണയുണ്ടായിരിക്കുക. പാവങ്ങളോടും അനാഥരോടും അതുപോലെ തന്നെ വിധവകളോടും ഒക്കെയുള്ള ഒരു ബന്ധവും സ്നേഹവും അടുപ്പവും ഒക്കെ ഈ നിയമങ്ങളിൽ പ്രത്യേകമായിട്ട് നിഴലിച്ച് കാണാമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഈ നിയമത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് രാജാക്കന്മാരെക്കുറിച്ചും ന്യായാധിപന്മാരെക്കുറിച്ചും പുരോഹിതന്മാരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചുമൊക്കെ വ്യക്തമായ നിയമങ്ങൾ നൽകുന്നതിലൂടെ അവർ എപ്രകാരം ഈ ഭൂമിയിൽ വ്യാപരിക്കണമെന്നും
അവരേത് രീതിയിൽ വാഗ്ദാന ദേശത്ത് ഇസ്രായേൽ ജനതയെ നയിക്കണമെന്നുമൊക്കെ കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയാണ് നിയമാവർത്തന പുസ്തകത്തിലെ 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുന്നത്. ഇപ്രകാരം വ്യത്യസ്തങ്ങളായ നിയമങ്ങളിലൂടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ കവനൻ്റ് കോഡും അതുപോലെ തന്നെ ലേവ്യരുടെ പുസ്തകത്തിലെ വിശുദ്ധിയുടെ നിയമസംഹിതയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില നിയമസംഹിതകളെ അവതരിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ നിയമാവർത്തന നിയമസംഹിതകളിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങളിലേക്ക് നമുക്കത് പ്രത്യേകമായിട്ടൊന്ന് പ്രവേശിക്കാം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിലാണ് ഈ നിയമങ്ങളുടെ തുടക്കം എന്നത്. അതുകൊണ്ടാണ് ഹെബ്രായ ഭാഷയിൽ ഇപ്രകാരമാണ് ഇത് തുടങ്ങുന്നത്: എല്ലെ ഹദ്വറീം, ദീസ് ആർ ദ വേർഡ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് ജീവിതകാലം അത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും ഇവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതിലൂടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, 5-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ നിയമാവർത്തന നിയമസംഹിതയുടെ 1-ാം ഭാഗമായിരുന്നുവെന്നും 11-ാം അധ്യായത്തിൻ്റെ സമാപനത്തിൽ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളും പറയുന്നതിലൂടെ നിയമാവർത്തനത്തിൻ്റെ നിയമസംഹിതകളുടെ ഒരു ഭാഗം അവസാനിച്ചുവെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതിൻ്റെ 2-ാം ഭാഗം ആരംഭിക്കുന്നത് 12-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതലാണ്. 12-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ നിയമത്തെ മുമ്പിൽ കാണുന്നത്. അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രധാന ദൈവാലയത്തെക്കുറിച്ചും മതപരമായ ചടങ്ങുകളെക്കുറിച്ചുമുള്ള വിചിന്തനങ്ങളാണ് 12-ാം അധ്യായം 2 മുതൽ 16-ാം അധ്യായം 17-ാം തിരുവചനം വരെ നമ്മൾ കാണുക. എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഒന്നാമതായി ആരാധനാ സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. എവിടെയാണ് ദൈവമായ കർത്താവിന് വേണ്ടി ഒരാലയം പണിയേണ്ടത്? അത് കൃത്യമായി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 12-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്: അന്യദേവന്മാരുമുണ്ട്, അന്യ ആരാധനകളുമുണ്ട്, അന്യജാതികളിൽപ്പെട്ട ആളുകളുമുണ്ട്. ആകയാൽ അവരുടെ ഒന്നും ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നിങ്ങൾ പോകരുത്, മറിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് തെരഞ്ഞെടുക്കുന്ന സ്ഥലം. പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ള വാക്ക്. ഹെബ്രായ ഭാഷയിൽ ബഹാർ എന്ന് അതിന് പറയും. അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലമായിരിക്കണം അതിന് ആരാധനയ്ക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. നിയമാവർത്തന പുസ്തകത്തിൽ 3 കാര്യങ്ങളാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ബഹാർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് 3 കാര്യങ്ങളിലേക്കാണ്. ദൈവാരാധനയ്ക്കായി സ്ഥലം തിരഞ്ഞെടുക്കുന്നത് അത് ദൈവമാണ്. ജനത്തെ തൻ്റെ ജനമായി തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്. 3-ാമതായി രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ദൈവമാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് അവിടുത്തെ നാമം പേറുന്ന സ്ഥലമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അത് ജെറുസലേം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ദേവാലയത്തിൽ ബലിയർപ്പിക്കേണ്ടത് എന്ന് പ്രധാനമായും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ പറയുന്നതിലൂടെ എല്ലാ ബലിയർപ്പണങ്ങളും ഈ ദേവാലയത്തോട് ചേർത്ത് വയ്ക്കണമെന്നാണ് തിരുവചനം നമ്മെ അനുസ്മരിപ്പിക്കുക. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ തിരുവചന ഗ്രന്ഥകാരൻ പ്രത്യേകിച്ച് വിശുദ്ധിയുടെ നിയമസംഹിത ആരംഭിച്ചപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം ഇതായിരുന്നു: ആരെങ്കിലും കർത്താവിൻ്റെ ആലയത്തിൽ വരാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ ആ ബലിയർപ്പണം അസാധുവായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ അകത്തെ അർത്ഥം നമ്മൾ ഇതായിരുന്നല്ലോ: ഏകദൈവത്തിന്, ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ഒറ്റ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദേവാലയമാണ്. ബലിപീഠത്തിലേക്കാണ് അവിടേക്ക് കൊണ്ടുവരേണ്ടത്. വേറെ ഒരിടത്തേക്കും പോയി ബലിയർപ്പിക്കാൻ പാടില്ല. ഏക സ്ഥലം ജെറുസലേമാണ്. അതുകൊണ്ടാണ് ജോഷുവയുടെ പുസ്തകത്തിൻ്റെ
22-ാമത്തെ അധ്യായത്തിൽ ജോഷുവ ഇസ്രായേൽ ജനതയ്ക്ക് എല്ലാ ദേശങ്ങളും വിട്ടുകൊടുത്തതിന് ശേഷം റൂബൻ, ഗാദ്, മനാസയുടെ അർത്ഥഗോത്രമായ മാഹീർ എന്നീ ഗോത്രക്കാരോട് പറഞ്ഞു, മോശ നിങ്ങൾക്ക് നൽകിയ സ്ഥലത്തേക്ക് യാത്രയാകുവിൻ. നിങ്ങളുടെ ദൗത്യം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ തിരികെ മോശ നൽകിയ സ്ഥലത്തേക്ക് പോകുവിൻ. അവർ പോകുന്ന വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ ഒരു ആലയം പണിതു. ഇത് കേട്ട മാത്രയിൽ അവിടെയുള്ള എല്ലാ ഗോത്രക്കാരും വന്ന് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ ആലയം പണിതത്? ഈ ആലയം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, ബലിയർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ജെറുസലേമിലേക്ക് വന്നുകൂടെ? നമുക്ക് ഒന്നു ചേർന്ന് അവിടെ അർപ്പിക്കാമല്ലോ. ഉടനെ അവർ പറഞ്ഞ മറുപടി ഇതാണ്, ഞങ്ങളിത് ഒരു ഓർമ്മയ്ക്കായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ലെ സിക്കറോൺ എന്നാണ് ആ വാക്കിന് അർത്ഥം. ഞങ്ങളിതിന് ഓർമ്മയ്ക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഇത് കാണുമ്പോൾ ചോദിക്കും, ഇതിൻ്റെ പ്രതീകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മക്കളോട് പറയാൻ പറ്റും, കർത്താവായ ദൈവം ഞങ്ങൾക്ക് നൽകിയ ദേശമാണിതെന്ന് പറയാൻ പറ്റും. ഇപ്രകാരം ഏക ദൈവാരാധനയെ കേന്ദ്രീകൃതമാക്കിയുള്ള പല വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അല്ലെങ്കിൽ ബേസിസ് ആയിട്ട് ഈ പുസ്തകത്തിൻ്റെ നിയമസംഹിതയെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ജോസിയയുടെ കാലഘട്ടത്തിലാണ് ഏക ദൈവാരാധന ഏകസ്ഥലമായ ജെറുസലേമിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. ജെറുസലേം ദേവാലയത്തിൻ്റെ ആഹാസിൻ്റെ കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയം അശുദ്ധമാക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ ഹെസക്കിയ രാജാവ് വിശുദ്ധ ദേവാലയത്തെ വിശുദ്ധമാക്കിയ കാലഘട്ടം. എല്ലാവിധ ബിംബങ്ങളും ആരാധനാ സ്തംഭങ്ങളും ഒക്കെ അവിടെ നിന്ന് എടുത്തു മാറ്റി സർപ്പത്തിൻ്റെ പ്രതീകമായ നെഹുസ്താൻ എന്ന് പറയുന്ന ദേവനെ പോലും അവിടെ നിന്ന് എടുത്തു മാറ്റി കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം. അവിടെയാണ് വീണ്ടും വിശുദ്ധീകരണം നടത്തി ജോസിയ എന്ന് പറയുന്ന രാജാവ് ദേവാലയത്തെ വിശുദ്ധീകരിച്ച് അവിടെ ആരാധന നടത്തുന്നു, അല്ലെങ്കിൽ പെസഹാബലി നടത്തുന്നു. ഇതിലൂടെയാണ് ദേവാലയത്തെ കേന്ദ്രീകൃതമാക്കിയുള്ള ഒരു ജീവിതത്തിലേക്ക് ഇസ്രായേൽ ജനതയെ കൊണ്ടുവരുന്നത്. എന്നാൽ കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു? ഈ ദേവാലയം നെബൂഖദ്നേസർ രാജാവ് BC 587 ഇത് നിശേഷം നശിപ്പിക്കുകയും അതുവഴിയായി അവിടെ ഉണ്ടായിരുന്ന എല്ലാ വിശേഷപ്പെട്ട വസ്തുക്കളും, അത് മാത്രമല്ല വാഗ്ദാന പേടകം പോലും അത് നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യങ്ങൾ നമുക്കുണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാബിലോൺ പ്രവാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിൻ്റെ ബലിയർപ്പിക്കാൻ ഒരു ബലിപീഠം വേണം, ഒരു വിശുദ്ധ സ്ഥലം വേണം. അതിനുവേണ്ടി അവർ നോക്കി പാർത്തിരിക്കേണ്ടത് കർത്താവ് കാണിച്ചു തന്ന ദേശത്താണ് എന്ന് ഈ വചനഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. അതിൻ്റെയൊക്കെ ബേസിസ് എന്ന് പറയുന്നത് നിയമാവർത്തന നിയമസംഹിതയിൽ കൊടുത്തിരിക്കുന്ന 12-ാമത്തെ അധ്യായത്തിൽ നൽകിയിരിക്കുന്ന ഈ നിയമസംഹിതയാണ് എന്ന് നമുക്ക് നിശേഷം പറയാൻ പറ്റും. അതുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ പറയുന്നത് 10-ാമത്തെ വാക്യം 12:10 പറയുന്നത്, നിങ്ങൾ ജോർദാൻ നദി കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന ദേശത്ത് വാസമുറപ്പിക്കുമ്പോൾ എവിടെയാണ് ബലിയർപ്പിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു സ്ഥലം ആരായുമ്പോൾ നിങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുക്കണം. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ ദഹനബലി അർപ്പിക്കരുത്. നിങ്ങളുടെ ഗോത്രങ്ങളിൽ ഒന്നിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദഹനബലി അർപ്പിക്കണം. അത് കൃത്യമായ നിർദ്ദേശത്തോടു കൂടിയാണ് ബലിയർപ്പണം നടത്തേണ്ടത് എന്ന് മോശ ഇസ്രായേൽക്കാർക്കായി പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. മറ്റ് ശുദ്ധഗ്രന്ഥത്തിലെ എല്ലാ ദൈവശാസ്ത്രങ്ങളുടെയും ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഭാഗമാണ് ഈ ആരാധനാ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം. ഇവിടെയാണ് എല്ലാ ബലികളും അർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേവ്യരുടെ പുസ്തകം 1 മുതൽ 7 വരെ കൊടുത്തിരിക്കുന്ന ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി തുടങ്ങിയ എല്ലാ ബലികളും അർപ്പിക്കപ്പെടേണ്ടത് ഇവിടെ തന്നെയാണ്. ഇതിനോട് ചേർത്താണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന 3 പ്രധാനപ്പെട്ട തിരുനാളുകളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ലല്ലോ, പെസഹാ തിരുനാളും കൂടാര തിരുനാളും ആഴ്ചകളുടെ തിരുനാളുമാണ്. ഈ 3 തിരുനാളുകളിലും ഒരു പ്രത്യേകതയായിട്ട് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത്, എല്ലാ പുരുഷന്മാരും അവരെവിടെയായിരുന്നാലും ജെറുസലേമിൽ വന്ന് കർത്താവിന് വേണ്ടി
നിർദ്ദിഷ്ടമായിട്ടുള്ള ബലികൾ സമർപ്പിക്കണം. ആ ബലി സമർപ്പിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ തിരുനാളുകളുടെ പൂർണ്ണത കടന്നു വരികയുള്ളൂ എന്ന് 16-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് ബലിയർപ്പിക്കണമെന്നും എവിടെയാണ് ബലിയർപ്പിക്കണമെന്നും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം നമ്മൾ കണ്ടത് എവിടെയാണ് ബലിയർപ്പിക്കണമെന്നാണ്. എന്നാൽ എങ്ങനെ ബലിയർപ്പിക്കണമെന്നതിനെക്കുറിച്ചും ഇവിടെ സൂചനകൾ നൽകുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങളിൽ അവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാ മൃഗങ്ങളെയും നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നഗരങ്ങളിൽ മൃഗങ്ങളെ കൊന്ന് ഇഷ്ടാനുസരണം ഭക്ഷിച്ചു കൊള്ളണം. അവിടെ ശുദ്ധിയുള്ളതും അശുദ്ധിയുള്ളതുമായ ഭക്ഷണ സാധനങ്ങളെ അല്ലെങ്കിൽ മൃഗങ്ങളെ മാറ്റി നിർത്തണമെന്ന് കൃത്യമായ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെ കൊടുത്തിരിക്കുന്ന വചനഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശുദ്ധിയും അശുദ്ധിയുമൊക്കെ നിർണയിക്കപ്പെടുന്നത് എന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ സമാന്തരമായിട്ടൊരു ഭാഗമാണ് 14-ാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഏത് രീതി ഭക്ഷിക്കണമെന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കുന്നു. അതിൻ്റെ മാംസം ഭക്ഷിക്കണം, അതിൻ്റെ രക്തം ഭക്ഷിക്കാൻ പാടില്ല. ഒരു മൃഗത്തിൻ്റെ രക്തം എന്ന് പറയുന്നത് ആ മൃഗത്തിൻ്റെ ജീവനാണ്. ജീവനെ ഭക്ഷിക്കാൻ പാടില്ല. അതിന് മാംസം ഭക്ഷിക്കാം, രക്തം ഭക്ഷിക്കാൻ പാടില്ല. എന്നാൽ ആ രക്തം ഒഴുക്കിക്കളയണമെന്ന് പറയുന്നതിലൂടെ ഈ നിയമത്തിൻ്റെ പ്രത്യേകത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് 12-ാം അധ്യായം എല്ലാ നിയമങ്ങളുടെയും നിയമസംഹിതകളുടെയൊക്കെ ഒരു ബേസിസ് ആയിട്ട് നിന്നുകൊണ്ട് ആ നിയമസംഹിതകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അധ്യായത്തിലൂടെ ഏക ആരാധനാ സ്ഥലം അത് ജെറുസലേം ദേവാലയമാണെന്നും ആരാധനയിലേക്ക് എല്ലാവരും വന്ന് തരണമെന്നും അനുശാസിക്കുന്നതിലൂടെ നിയമാവർത്തന നിയമഗ്രന്ഥത്തിൻ്റെ ബാക്ക് ബോണായ ഏക ആരാധന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇവിടെ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിച്ച 1-ാമത്തെ ഭാഗം നിയമാവർത്തന പുസ്തകത്തിലെ നിയമസംഹിതകളെ എങ്ങനെ അവതരിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഭാഗമായിരുന്നല്ലോ. അതിൽ പ്രധാനമായിട്ടും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലേവ്യരുടെ പുസ്തകത്തിലും അതുപോലെ തന്നെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലുമുള്ള നിയമസംഹിതകളിൽ നിന്ന് വ്യത്യസ്തമായി, എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പല നിയമങ്ങളും ഈ പുസ്തകത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ പ്രധാനപ്പെട്ട ഈ നിയമം ഇസ്രായേൽ ജനതയുടെ ഒരു ബാക്ക് ബോണായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയുടെ ബേസിസ് ആയിട്ട് നിന്നുകൊണ്ട് ഓരോ ഇസ്രായേൽ ജനതയും തങ്ങളുടെ ജീവിതത്തിൽ അനുകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി തുടർന്ന് വരുന്ന ഭാഗം അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ കർത്താവിൻ്റെ കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.